കാണാതായ തൻ്റെ ചേട്ടനെ തപ്പിപ്പോകുന്ന അനിയൻ. ഈ ചേട്ടനാണ് ചില പ്രത്യേകതകളൊക്കെയുണ്ട്. ആളൊരു സൽസ്വഭാവിയും സർവ്വഗുണ സമ്പന്നനും സ്നേഹനിധിയുമായ നല്ലവനായ ഒരു ഉണ്ണി ആയ ചേട്ടൻ. അനിയനാണെങ്കിലോ ക്ഷിപ്രകോപിയും എടുത്തുചാട്ടക്കാരനും തൊട്ടാ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമുള്ള ഒരു അനിയൻ. ഈ അനിയൻ ചേട്ടനെ തപ്പിപ്പോകുന്ന ജേണിയാണ് ബ്രൊമാൻസ്. ഈ പോകുന്ന ജേണിയിൽ പാർട്ടായിട്ട് ചേട്ടൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് വരുന്നുണ്ട്, ചേട്ടൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് വരുന്നുണ്ട്, ചേട്ടൻ കാശ് കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുക്കാതെ പറ്റിച്ച ഒരു കൊച്ചിയിലെ ഗുണ്ട വരുന്നുണ്ട്, ഇവരെ സഹായിക്കാനായിട്ട് ഒരു ഹാക്കറും വരുന്നുണ്ട്. ഇവർ പോകുന്ന ജേണിയിലുള്ള ഇവരുടെ മണ്ടത്തരങ്ങളും ഇവർക്ക് നേരിടേണ്ടി വരുന്ന കോൺഫ്ലിക്റ്റുകളും അതെല്ലാം രസകരമായിട്ട് കാണിച്ചിട്ടുള്ള ഒരു പടമാണ് ബ്രൊമാൻസ്. എനിക്ക് പേഴ്സണലി ഈ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പടം തുടങ്ങിക്കഴിയുന്ന സമയം മുതൽ തന്നെ നമുക്ക് ചിരിക്കാൻ ഒരുപാട് കാര്യങ്ങളുള്ള, നമുക്ക് പ്രത്യേകിച്ച് റിയലിസ്റ്റിക് ഒന്നും അല്ല, വളരെ അൺറിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് അബ്സേർഡായിട്ട് പോകുന്ന ഒരു സ്റ്റോറി. പക്ഷേ കണ്ടിരിക്കുമ്പോൾ ഇറ്റ് ഇസ് ഫൺ. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കാതെ വളരെ സിമ്പിളായിട്ട് കണ്ടിരിക്കുക. നമ്മൾ അധികം ലോജിക്കിൻ്റെ പുറകെ പോകേണ്ട കാര്യമേ ഇല്ല. വളരെ കാഷ്വലായിട്ടങ്ങ് കാണുക. അതൊരു ഫൺ പടം, ഒരു ട്രിപ്പി മൂഡിലുള്ളൊരു പടം. ഇതിൽ പടം തുടങ്ങി കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കൊക്കെ എനിക്ക് ഇതൊന്നും സംഭവിക്കുന്നില്ലല്ലോ, പ്രത്യേകിച്ച് ഹാപ്പനിങ് ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ തോന്നും. പടം കുറച്ചൊന്ന് വളരെ പതുക്കെയാണ് പോകുന്നതെന്ന് ആദ്യം തോന്നും. നമുക്ക് കാര്യങ്ങളും എല്ലാം മനസ്സിലായി, എന്നാലും നമുക്കൊരു എക്സൈറ്റിംഗ് ഇൻസിഡൻറ്റോ ഒന്നും ഉണ്ടാവുന്നില്ലല്ലോ എന്ന്. അപ്പോഴാണ് അമൽ ഡേവിസ്, പ്രേമലുവിലെ അമൽ ഡേവിസ്, അതായത് ഈ പടത്തിലെ ഹരിഹരസുധൻ എന്ന ക്യാരക്ടറായിട്ട് സംഗീത് പ്രതാപ് വരുന്നത്. ആ സമയം മുതൽ പടം അങ്ങ് ഷിഫ്റ്റ് ആവും, കംപ്ലീറ്റ്ലി എലിവേറ്റ് ആയി വേറൊരു മൂഡിലോട്ട് പോകും. പിന്നെ അർജുൻ അശോകൻ്റെ ക്യാരക്ടർ ആവട്ടെ, മഹിമ നമ്പ്യാരുടെ ക്യാരക്ടർ ആവട്ടെ, കലാഭവൻ ഷാജോൻ്റെ ക്യാരക്ടർ ആവട്ടെ, എല്ലാവരും വളരെ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടൊരു ഐഡൻറ്റിറ്റി ഉള്ള ക്യാരക്ടേഴ്സ്. അവർ വെറുതെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തേക്കുന്നതല്ല. മഹിമ നമ്പ്യാർക്കാണെങ്കിലും അവർ കാസർഗോഡ് സ്ലാങ് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഈവൻ ചീത്ത പറയുകയാണെങ്കിൽ പോലും കേൾക്കാൻ നല്ല രസമുള്ള രീതിയിലാണ് അവർ സംസാരിക്കുക. കലാഭവൻ ഷാജോണിന് ഒരു നമ്മുടെ കൊറിയൻ ലാരേറ്റർ എന്ന് പറയുന്ന ഡോങ്ലിയുടെ ഒരു കൈൻഡ് ഓഫ് സ്റ്റൈലൈസേഷൻ കൊടുത്തിട്ടുണ്ട്, വിച്ച് ഈസ് ആക്ച്വലി വെരി നൈസ്. അത് നമുക്ക് കാണുമ്പോൾ കിട്ടുന്ന ഒരു വെയിറ്റ് ഉണ്ട്, അത് അടിപൊളിയായിരുന്നു. അർജുൻ അശോകനെ നമുക്ക് വളരെ സട്ടിലായിട്ട് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ക്യാരക്ടറായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, എക്സെൻട്രിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും കണ്ടിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി ആ എക്സെൻട്രിക് സൈഡ് ഓഫ് അർജുൻ അശോകനാണ് കുറച്ചുകൂടെ താല്പര്യമുള്ളത്. കാരണം ഇറ്റ്സ് ആക്ച്വലി ഫൺ വെൻ ഹീ ഗോസ് ഓവർ ബോർഡ്. അത് പുള്ളി കുറച്ച് ഓവറായിട്ട് ചെയ്യാൻ നോക്കുമ്പോൾ അത് കാണാൻ ഭയങ്കര രസമാണ്, ഭയങ്കര ഓളമാണ്, ഫണ്ണായിട്ട് അങ്ങ് പോകും. മഹിമ നമ്പ്യാറാണെങ്കിലും ആളുടെ ക്യാരക്ടർ വളരെ ചുമ്മാ ഒരു ലേഡി ഇൻട്രസ്റ്റ് ഓഫ് എ പ്രോട്ടഗണിസ്റ്റ് എന്ന് പറയുന്ന പോലത്തെ ക്യാരക്ടർ ഒന്നും അല്ല. വളരെ കഥയിൽ ഇൻവോൾവ് ആയി പോകുന്ന ആളുടെ ആവശ്യം അവിടെ ഉണ്ട് എന്നുള്ളൊരു ക്യാരക്ടർ. സംഗീത് പ്രതാപിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. ആളുടെ ഇമ്പാക്റ്റ് ഈ പടത്തിൽ ഫുള്ളുണ്ട്. ആളാണ് ശരിക്കും ഈ പടത്തിൻ്റെ ഷോ സ്റ്റീലർ എന്ന് പറയുന്നത്. ഫ്രം പുള്ളി വരുന്ന സീന് തൊട്ട് അവസാന സീന് വരെയും പുള്ളി തന്നെയാണ് സ്കോർ ചെയ്യുന്നത്. ഒരു വൺ മാൻ ഷോ ആണ്. അതിൽ ഈ നായകൻ ആരാ? അർജുൻ അശോകനാണോ നായകൻ, അല്ലെങ്കിൽ മാത്യു ആണോ നായകൻ, അതോ സംഗീത് പ്രതാപാണോ നായകൻ എന്നൊക്കെ നമ്മൾ ഡൗട്ട് അടിച്ചു പോകും. അത്രയും രസമായിട്ടാണ് പുള്ളി ചെയ്തിട്ടുള്ളത്. പടം കംപ്ലീറ്റ്ലി ഒരു ഓളമാണ്. പിന്നെ ഒരു പവർ പാക്ഡ് ഒരു വില്ലനുണ്ട്. ആള് കാണുമ്പോഴത്തേക്ക് തന്നെ എൻ്റെ അമ്മ, ഇയാളെ ഈ 4 പേര് ചേർന്ന് നിന്നാൽ തന്നെ എങ്ങനെ ഡിഫീറ്റ് ചെയ്യുമെന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു പവർഫുൾ വില്ലൻ. ആൻഡ് അവർ ഈ സെറ്റ് ചെയ്തേക്കുന്ന ആ ഒരു ജേണി, ബിനു പപ്പു ചെയ്തിട്ടുള്ള ക്യാരക്ടർ, ഓൾമോസ്റ്റ് ഓൾ ആക്ടേഴ്സ് വെർ ഫാന്റാസ്റ്റിക് ഇൻ ദിസ് ഫിലിം. പിന്നെ എനിക്ക് ആകെ ഇതിൽ കുറച്ച് ഡൗൺ ആയിട്ട് തോന്നിയ ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിലെ സോങ് ആണ്. ഇതിലെ സോങ്സ് ഒന്നും തന്നെ മെമ്മറബിൾ ആയിട്ട് അതിൻ്റെ ഒരു റിതമോ താളമോ അല്ലെങ്കിൽ നമുക്ക് തിരിച്ചിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ഹം ചെയ്യാൻ പറ്റുന്ന പോലത്തെ സോങ്സ് ആയിരുന്നു എനിക്ക് തോന്നിയില്ല. എനിക്ക് മാത്രമാണ് അങ്ങനെ തോന്നുന്നു, എനിക്കറിയില്ല. മ്യൂസിക് വാസ് നൈസ്. പടത്തിൻ്റെ ആ ഒരു പേസിനനുസരിച്ച് പൊക്കോണ്ടിരുന്ന മ്യൂസിക്. സിനിമറ്റോഗ്രഫി ആവട്ടെ വളരെ കുറച്ചുകൂടെ ന്യൂ ജെൻ കൈൻഡ് ഓഫ് ഒരു വിഷ്വൽ സ്റ്റൈൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു രീതിയായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ വേറെ എടുത്തു പറയാനായിട്ടാണ്, ഇറ്റ്സ് ആക്ച്വലി എ ഫൺ മൂവി. നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടാൽ, അതൊരു പവർ പാക്ഡ് ആയിട്ട് നല്ല ഓഡിയൻസ് ഉള്ളൊരു തിയേറ്ററിൽ പോയി കണ്ടാൽ, എല്ലാവരുടെയും കൂടെ ഇരുന്ന് നമ്മൾ കാണുന്ന സമയത്ത് ആൾക്കാർ ചിരിക്കുകയും എൻ്റർടൈൻഡ് ആവുകയൊക്കെ ചെയ്യും. അത് വേറൊരു എക്സ്പീരിയൻസ്. ആ ഒരു എക്സ്പീരിയൻസ് ഉറപ്പായിട്ടും കിട്ടുന്ന ഒരു അടിപൊളി പടം. അത് സാധാരണഗതിയിൽ ഇങ്ങനത്തെ പടങ്ങൾ ഹിന്ദിക്കാരാണ് ഉണ്ടാക്കുന്നത്. ബോളിവുഡിലാണ് അങ്ങനത്തെ മൂവി സാധാരണ വരാറുള്ളത്. അവർ റിയലിസ്റ്റിക് അല്ലാതെ കുറച്ച് അധികം സ്റ്റൈലൈസ് ചെയ്ത്, കുറച്ചധികം ഡ്രാമാറ്റിക് ആക്കി, കുറച്ചധികം ഹ്യൂമർ ആഡ് ചെയ്ത് അത്തരത്തിലുള്ളൊരു ഫ്ലേവറിലുള്ള സിനിമകൾ അധികം മലയാളത്തിൽ വന്നിട്ടില്ല. എനിക്ക് ഓർമ്മയിൽ എടുത്തു പറയാൻ പോലും അങ്ങനത്തെ പടങ്ങൾ എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. പക്ഷേ ദിസ് മൂവി ആ ഒരു
കാറ്റഗറിയാണ്. വളരെ ഫണ്ണായിട്ട് പോകുന്ന, നത്തിങ് സീരിയസ് അബൌട്ട് ദിസ് മൂവി. വളരെ ഫണ്ണാണ്. നമുക്ക് ഫ്രം സ്റ്റാർട്ടിങ് ടു എൻഡ് ആ ഒരു ഫൺ മൂഡിലങ്ങ് പോവാൻ. ഏത് മൂടെന്ന് ചോദിച്ചാൽ ഫൺ മൂഡ്. പിന്നെ എനിക്ക് ഈ പടം കണ്ടപ്പോൾ ഈ ഹോളിവുഡ് ഫിലിംസ് ആയിട്ടുള്ള 2 ഫിലിംസ് പെട്ടെന്ന് ഓർമ്മ വന്നായിരുന്നു. അതിൻ്റെ റെസംബ്ലൻസ് അല്ല, ആ പടം കാണുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് ഈ മൂവിയിൽ കിട്ടിയതുപോലെ തോന്നി. അതിലൊന്ന് ഹാങ് ഓവർ എന്ന് പറഞ്ഞൊരു പടമാണ്, പിന്നെ ഒന്ന് വി ആർ ദ മില്ലേഴ്സ് എന്ന് പറഞ്ഞൊരു പടമാണ്. ഈ 2 പടങ്ങളും കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീല് കൈൻഡ് ഓഫ് സിമിലർ ഒരു ഫീൽ, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടെ ലൗഡായിട്ടുള്ളൊരു ഫീലിംഗ് നമുക്ക് ബ്രൊമാൻസ് കാണുമ്പോൾ കിട്ടും. സോ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു വളരെ അടിപൊളി ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അതിൽ നല്ല ആക്ഷൻ ഉണ്ട്, ഡാൻസ് ഉണ്ട്, കോമഡി ഉണ്ട്. തിയേറ്ററിൽ നമ്മൾ പോയി എൻ്റർടൈൻഡ് ആവാനായിട്ട് നമുക്ക് എന്തൊക്കെ വേണോ അതെല്ലാം ഈ പടത്തിലുണ്ട്. ആൻഡ് ഐ വുഡ് ഡെഫിനറ്റ്ലി സജസ്റ്റ് ദിസ് മൂവി. എനിക്ക് ഇന്ന് രാവിലെ ഞാൻ കണ്ട പൈങ്കിളി എന്ന് പറഞ്ഞ പടത്തിനേക്കാൾ എനിക്ക് ബ്രൊമാൻസ് കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെട്ടു. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. എനിക്ക് ഈ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഫ് യു ഹാവ് യുവർ ടൈം, പ്ലീസ് ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. ബൈ.